പിന്നെ എന്റെ ചോദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് ശരിക്കും മനസ്സിലാക്കാന്, അതായത് എവിടുന്ന് എങ്ങനെ വിളിച്ചാലും കേൾക്കും, അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ നമ്മുടെ മൊബൈലിനേക്കാൾ ഉപരി എത്ര പേരോടും ഒരേ സമയത്ത് സംസാരിക്കാൻ പറ്റണല്ലോ, എല്ലാ അദൃശ്യ കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം ഏതായാലും ഹദീസല്ല, അത് ഖബറാണ്. അത് മാത്രമല്ല ഇതിനും ഹദീസ് എന്ന് പറയും. ഇത് ഏതായാലും ഇതിനുള്ള ഉദാഹരണമല്ല, അതിനുള്ള തെളിവല്ല. കാരണം എല്ലാം ഒരേ സമയത്ത് കേൾക്കാനും സംസാരിക്കാനുള്ള കഴിവാണ് ചോദിച്ചത്. അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞ സംഭവം, പിന്നെ ഈ ജാബിറും മറ്റൊരു അറിയുന്നത് ഉമർ റളിയല്ലാഹു ഇവര് ഉമർ റളിയല്ലാഹു തിരിച്ചെത്തിയിട്ടാണ്. അപ്പൊ അങ്ങനെയല്ല ചോദ്യം. ഞാൻ ഉമർ റളിയല്ലാഹു ഉദാഹരണം പറഞ്ഞു. അതിന്റെ മുമ്പ് ഞാനൊരു ഹദീസ്. എന്താണ് ഹദീസ്? കുന്തു സംഅഹുല്ലദി യസ്മഉ ബിഹി, ഞാൻ കേൾവിയാകും. അള്ളാഹു പറയുക, അള്ളാഹുവിന്റെ കേൾവി എന്ന് പറഞ്ഞാൽ ദൂരപരിധി ഇല്ലാത്തതാ. അള്ളാഹുവിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ദൂരപരിധി ഇല്ലാത്തതാ. അപ്പൊ എന്റെ കാഴ്ച പോലെ എന്റെ കേൾവി പോലെയുള്ള അവസ്ഥയിലേക്ക് അവരെത്തിക്കും. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഇദാ സാറ നൂറു ജലാലില്ലാഹി സുബ്ഹാനഹു വ തആല സമഅൻ ലഹു സമിഅൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളതും ദൂരത്തുള്ളതും കേൾക്കാൻ കഴിയും. റഅൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളതും ദൂരത്തുള്ളതും കാണാൻ കഴിയും എന്നാണ് ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസിന്റെ താല്പര്യം എന്ന് മഹാന്മാര് ഉണർത്തിയിട്ടുണ്ട്. അത് സഹീഹുൽ ബുഖാരിയില് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്. അതിനെ പിന്നെ ഹദീസ് എന്ന് പറയാം. അതെ, ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞത് ഇതേപോലെ ഹദീസ് നിങ്ങൾ പറയാം. തുടക്കത്തിൽ ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഖുർആനും ഹദീസും ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോ ചെയ്യുന്ന പോലത്തെ സംഭവം നബിന്റെ ചരിത്രത്തിൽ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒന്ന് രണ്ട് സംഭവം പറഞ്ഞുതരാൻ പറഞ്ഞേ. തെളിവ് നിങ്ങൾ പറയുന്നുണ്ട്, ഖുർആനും പറയുന്നുണ്ട്, ഹദീസും പറയുന്നുണ്ട്. ഇത്തരം ഹദീസും ഖുർആനും നബിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ സഹാബിമാർക്ക് ഇത്തരം കഴിവുണ്ടെന്ന് മനസ്സിലാകാൻ അവർ ഒരു സംഭവം പറയണ്ടേ. അപ്പൊ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടോ? ഇങ്ങനെ അടുത്തുനിന്നും ദൂരത്തുനിന്നൊക്കെ ഉള്ള ജീവിതകാലത്ത് സംഭവങ്ങളുണ്ടോ എന്നാ ചോദിക്കണതില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൂരെ നിന്ന് നബി തങ്ങളോട് ചോദിച്ചതിന് തെളിവുണ്ടോന്നല്ലേ? നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾക്ക് നബിയിൽ നിന്ന് വല്ലതും പഠിക്കണമെങ്കിൽ അവർക്ക് അവരെ വീട്ടിൽ നിന്ന് തന്നെ ചോദിച്ചാൽ നബി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടായിരുന്നു എന്നുള്ള പോലത്തെ തെളിവാവണ്ടേ? ഇപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നേ? എവിടുന്ന് എത്ര ആളും ഏത് ഭാഷയിൽ എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കും. നമ്മൾ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ. അപ്പൊ ജീവിതകാലത്ത് അതുപോലെ ദൂരെ നിന്ന് ചോദിച്ചതിന് തെളിവുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരുപാട് തെളിവുകളുണ്ട്. ഒരു ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് ബഹുമാനപ്പെട്ട മൈമൂന റളിയല്ലാഹു അൻഹ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലബ്ബൈക്കും 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 നസർതു നസർതു നസർതു. നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഞാനിതാ ഉത്തരം ചെയ്തു, പ്രത്യുത്തരം ചെയ്തു, പ്രത്യുത്തരം ചെയ്തു. നസർതു നസർതു നസർതു, ഞാനിതാ സഹായിക്കുന്നു 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 എന്ന് നബി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് മൈമൂന ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്നക തകല്ലംത, നബിയേ അങ്ങൊരാളോട് സംസാരിക്കുന്നുണ്ടല്ലോ, മുമ്പിൽ ആരെയും കാണുന്നില്ലല്ലോ, ആരാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബനൂ ബക്കർ എന്ന് പറയുന്ന വിഭാഗം, ബനൂ ഖിസാ എന്ന് പറയുന്ന സത്യത്തിന് വിരുദ്ധമായ പ്രവണത വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗം ആളുകള് ഇവരെ ആക്രമിക്കാൻ വരുമ്പോ 3 ദിവസത്തെ വഴിദൂരം, 3 ദിവസത്തെ വഴിദൂരം എന്ന് പറയുന്നത് 133.59 × 3 കണക്ക് നിങ്ങൾക്ക് കൂട്ടാം. അത്രയും വഴിദൂരമുള്ള കിലോമീറ്ററുകൾ, ആ കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥാനത്ത് നിന്ന് ഹബീബായ നബി തങ്ങളോട് സഹായം ചോദിച്ചു. അതിന് ഞാൻ പ്രത്യുത്തരം നൽകിയതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെ തന്റെ സീറ ഒരു വേളയിൽ അൽമനാറിൽ പോലും അത് പറഞ്ഞ സീറത്തുൻ നബവിയ്യയുടെ 333-ാമത്തെ പേജില് വളരെ വ്യക്തമായിട്ട് ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ ദൂരെ നിന്ന് തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചത് വളരെ വ്യക്തമായിട്ടുണ്ട്.
പിന്നെ നബി തങ്ങളുടെ അടുക്കിലേക്ക് എന്തിനാണ് ഇൽമു പഠിക്കാൻ നേരിട്ട് വരുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുക എന്നത് അത് വലിയ ഇബാദത്താണ്. വജൂക്കൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിൻ നാസു ബിൽ ഹുജജി സ്വല്ലി റബ്ബൽ ആലമീന അലാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തു നോക്കൽ ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ പുണ്യം കൂടെ കിട്ടാൻ വേണ്ടിയാണ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഇതുപോലെ സഹായം ചോദിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഹുബൈബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന് ആദർശം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഒരുപാട് ക്രൂരമായ മർദ്ദന മുറകൾക്ക് വിധേയമാകുന്ന സമയത്ത് തൂക്കിലേക്കപ്പെടുമ്പോൾ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നൊരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് സലാം പറയുമ്പോ സഹാബത്തിന്റെ മുമ്പിലിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂല് കണ്ണീരൊഴുക്കിക്കൊണ്ട് വഅലൈക്കുമുസ്സലാം സലാം മടക്കി ഇങ്ങനെ ദൂരെ നിന്ന് നബി തങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹായം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത്തഹിയ്യാത്തിൽ നബി തങ്ങൾക്ക് നാം സലാം പറയുന്നതും.